ഖത്തറിലുള്ള ഹമാസ് നേതാക്കളെ ഇസ്രായേൽ ആക്രമിച്ചു. പക്ഷെ അവർ മരിച്ചിട്ടില്ല എന്ന് പറയുന്നു, മരിച്ചു എന്ന് പറയുന്നു. അതെന്തോ ആയിക്കൊണ്ടല്ലേ. ഇപ്പൊ പുറത്തു വരുന്നത് ഈ ഹമാസ് നേതാക്കളെ രക്ഷപ്പെടുത്തിയത് മൊസാദാണ് എന്നുള്ളതാണ്. മൊസാദ് എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഏറ്റവും വലിയ ചാര സംഘടനയാണ്. മൊസാദ് എന്ന് പറയുന്നത് അവരില്ലാത്ത ഒരിടം പോലും ഇല്ല എന്നാണ് പറയുന്നത്. മൊസാദ് എന്തിനാണ് ഇവരെ രക്ഷിച്ചത്? അത് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഒരു വ്യാഖ്യാനം മാത്രമാണ്. മൊസാദിൻ്റെ പക്ഷേ നടപടി അതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അതിൻ്റെ കാരണവുമുണ്ട്. ദ വാഷിങ്ടൺ പോസ്റ്റ്, അമേരിക്കൻ മാധ്യമമാണ്, അവർ പുറത്തുവിട്ട ഒരു വാർത്തയാണ്. അപ്പോൾ അത് പ്രകാരം പറയുന്നത് ഈ മൊസാദിന് ഇത്തരത്തിലൊരു വ്യോമാക്രമണം നടത്തുന്ന പദ്ധതിയോട് താല്പര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ അത്തരം പദ്ധതി ആസൂത്രണം ചെയ്തപ്പോൾ മൊസാദിൻ്റെ മേധാവി ഡേവിഡ് ബാർണിയ അദ്ദേഹം കടുത്ത എതിർപ്പ് അറിയിച്ചു. മൊസാദിന് ഈ ഗ്രൗണ്ട് ഓപ്പറേഷൻസ് വഴി, അതായത് ഇവരുടെ സീക്രട്ട് ഏജന്റുമാരുണ്ടാകുമല്ലോ, ഡിറ്റക്റ്റീവുകൾ, അതേപോലുള്ള മൊസാദിന്റെ മേധാവിയുടെ പേരൊക്കെ പുറത്തു വിടും ഇവര്. ഡേവിഡ് ബാർണിയ മൊസാദിന്റെ ഓഫീസിന്റെ പടം വരെ പുറത്തു വിടുന്നു പിന്നെയാണ്. അപ്പോൾ ഡേവിഡ് ബാർണിയ പറയുന്നത് ഇവർക്ക് ഈ ഗ്രൗണ്ട് ഓപ്പറേഷൻസ്, അതായത് ഇവരുടെ ഏജന്റുമാർ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇറാനിൽ ആക്രമണം ഉണ്ടായപ്പോൾ അവരുടെ സൈനിക മേധാവികളെ അടക്കം ഇവർ വധിച്ചിരുന്നു. അപ്പോൾ അവരുടെ താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മൊസാദിനുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ആരൊക്കെയാണെന്നുള്ളത് ആർക്കും അറിയില്ല. മൊസാദിൻ്റെ ആൾക്കാരെ അവർക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. മറ്റ് പല വ്യാജ ഐഡൻറ്റിറ്റികളിലായിരിക്കും ഇവർ അവിടെ പ്രവർത്തിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഉപയോഗിച്ച് വേണമെങ്കിൽ ഹമാസിൻ്റെ നേതാക്കളെ ഇവർക്ക് വധിക്കാമായിരുന്നു. അപ്പോൾ ആ ഒരു പദ്ധതി നിൽക്കെ ഇപ്പോൾ വ്യോമാക്രമണമാണല്ലോ നടത്തിയത്. ആ ഒരു പരിപാടി നടത്തുന്നതിനോട് മൊസാദിന് തീരെ താല്പര്യമില്ല. അപ്പോൾ ഈ ഡേവിഡ് ബാർണിയ അദ്ദേഹം ഇസ്രയേൽ അധികൃതരോട്, അല്ലെങ്കിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞത്, ഇത്തരത്തിൽ ഒരു വ്യോമാക്രമണം നടത്തുകയാണെങ്കിൽ ഈ ഖത്തർ അധികൃതരുമായിട്ട് മൊസാദ് നല്ല ബന്ധത്തിലാണ്, പല രീതിയിലും സഹകരിക്കുന്നുണ്ട്, ചിലപ്പോൾ രഹസ്യ വിവരങ്ങളടക്കം കൈമാറുന്നുണ്ടാകാം. ആ ബന്ധം തകർക്കപ്പെടും. ഇത്തരത്തിലൊരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ മൊസാദ് ഇതുവരെ ഉണ്ടാക്കി വെച്ച ബന്ധമെല്ലാം തകർക്കപ്പെടും. മൊസാദിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ വ്യോമാക്രമണം വേണ്ട എന്നുള്ളൊരു നിലപാടെടുത്തത്. സമാനമായ അഭിപ്രായം ഡിഫൻസ് ചീഫ് ഇയൽ സമീർ, അതായത് ഈ സൈനിക മേധാവി ഇയാൽ സമീറിനും ഉണ്ടായിരുന്നു. കാരണം ഈ ആക്രമണത്തിന് തിരഞ്ഞെടുക്കുന്ന സമയമാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. കാര്യം ഹമാസും ഇസ്രയേലുമായിട്ടൊരു സന്ധി സംഭാഷണം നടന്നുകൊണ്ടിരിക്കുക ദോഹയിൽ. അതുമാത്രമല്ല, ഈ ഹമാസിൻ്റെ കയ്യിൽ ഏതാണ്ട് 20-നടുത്ത് ബന്ദികളുണ്ട്. അവരുടെ ജീവൻ പ്രശ്നമാണ്. പിന്നെ ഒരു വെടിനിർത്തൽ ധാരണ തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് കൂട്ടരും തമ്മിൽ. 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണ രണ്ട് കൂട്ടരും തമ്മിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഗാസയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയാൽ അത് ഇതുവരെയുള്ള ആ ഒരു ഫലം, അത് വിപരീത ഫലമുണ്ടാക്കും, അത് വലിയ ഗുരുതര പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതായിരുന്നു ഈ സൈനിക മേധാവിയുടെ നിലപാട്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു, അതേപോലെ തന്നെ സ്ട്രാറ്റജിക് അഫയേഴ്സ് വകുപ്പ് മന്ത്രി, അതായത് തന്ത്രപ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന മന്ത്രി റോൺ ഡെർമർ, അതേപോലെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ്, ഇവർക്കെല്ലാവർക്കും ആക്രമണം നടത്തണം എന്നുള്ള നിലപാടായിരുന്നു. അവിടെ ദോഹയിലാണേലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ തന്നെ തിരിച്ചടിക്കണം. അതിന് കാരണവും അവരുണ്ട്. കാരണം ഈ ജെറുസലേമിലും ഗസയിലും ഈ ഹമാസ് ആക്രമണം നടത്തിയിരുന്നു. അതായത് ഈ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം ജെറുസലേമിൽ ഹമാസ് ആക്രമണം നടത്തി 6 പേരെ വധിച്ചു. ഗസയിൽ ഇസ്രയേൽ സൈനിക വാഹനത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. അപ്പം ഇതിന് ഉചിതമായ തിരിച്ചടി കൊടുക്കണം എന്നുള്ളതായിരുന്നു ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും മറ്റ് 2 മന്ത്രിമാരുടെയും നിലപാട്. മറ്റൊരു സുപ്രധാന സംഗതി കൂടി ഉണ്ടായി. ഈ സന്ധി സംഭാഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇസ്രയേൽ സേനയുടെ ചുമതലയുള്ള നിഡ്സൺ ആളൻ എന്ന് പറയുന്ന സൈനിക മേധാവിയെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചില്ല. കാരണം ഇയാൾ ഈ ഒരു തീരുമാനത്തെ എതിർക്കും എന്നുള്ളത് ഇവർക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഒരു എതിരഭിപ്രായം വേണ്ട എന്ന് കരുതി ആ എതിരഭിപ്രായം പറയാൻ സാധ്യതയുള്ള ആളെ ചർച്ചയ്ക്ക് ക്ഷണിക്കാതെ ഇത്രയും പേർ ചേർന്നാണ് ഈ വ്യോമാക്രമണം നടത്താനുള്ള പദ്ധതി തയ്യാറാക്കിയത് എന്നുള്ളതാണ് ഈ വാഷിങ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട വാർത്തയിലുള്ളത്. അപ്പോൾ ഈ വ്യോമാക്രമണം നടത്താനായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനമെടുക്കുന്നതിന് പ്രധാന കാരണം ഒന്ന്, ഈ നേതാക്കളെ, അതായത് ഈ ഹമാസിൻ്റെ പ്രമുഖ നേതാക്കളെയെല്ലാം ഒരുമിച്ചിനി കിട്ടാനുള്ള സാധ്യത കുറവാണ്.
ഏറ്റവും ഉചിതമായ സമയം ഇത് തന്നെ. ഇപ്പോൾ ദോഹയിൽ പോയി ആക്രമണം നടത്തിയാലും അതിൽ സാരമില്ല. കാരണം ഈ ദോഹ എന്ന് അല്ലെങ്കിൽ ഖത്തർ എന്ന് പറയുന്ന ആൾക്കാർ അവരോട് നിരന്തരം ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു, ഈ തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക് നിങ്ങൾ സംരക്ഷണം ഒരുക്കരുത്. ഒന്നുകിൽ നിങ്ങൾ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങളത് അവരെ നശിപ്പിക്കണം. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ അത് ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാട്. ഇതനുസരിച്ചാണ് അവർ വ്യോമാക്രമണം നടത്തിയത്. പക്ഷേ ആ വ്യോമാക്രമണം എത്രത്തോളം ഫലപ്രദമായി എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ചും ഇസ്രയേലിൻ്റെ തന്നെ എന്താ പറയുക, രഹസ്യാന്വേഷണ വിഭാഗം അവരുടെ നിഗമനം അനുസരിച്ച് ഈ ഹമാസിൻ്റെ തലമുതിർന്ന നേതാക്കൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇൻ്റലിജൻസ് വിവരം. പ്രത്യേകിച്ചും ഇപ്പോൾ ഹമാസിൻ്റെ ചുമതല വഹിക്കുന്ന ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്നയാൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാർത്ത. നേരത്തെ ഈ ഹമാസിൻ്റെ നേതാവ് യഹ്യ സിൻവറിനെ അടക്കം തേടിപ്പിടിച്ച് വധിച്ച ഒരു അത്രയ്ക്ക് കൃത്യത ഉറപ്പുവരുത്തിയ ഒരു വിഭാഗമാണല്ലോ ഇസ്രയേൽ. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹമാസിൻ്റെ നേതൃസ്ഥാനത്തുള്ള ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്നയാളെ വധിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല. ഏതായാലും ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു ഇതിന് പല ന്യായീകരണങ്ങളും പറയുന്നുണ്ട്. കാരണം ഈ സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന സെപ്റ്റംബർ 11 ആക്രമണവുമായി നമ്മുടെ ഇസ്രയേലിൽ 2023 ഒക്ടോബർ 7 ഈ ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറി ഏതാണ്ട് 1200ഓളം പേരെ ഇല്ലാതാക്കിയ ഒരു സംഭവമുണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ സെപ്റ്റംബർ 11 ഭീകരാക്രമണവുമായിട്ടാണ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ അമേരിക്ക സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാനായിട്ട് മറ്റൊരു രാജ്യത്ത് കടന്നു കയറി, അല്ലെങ്കിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വന്നിട്ട് ബിൻ-ലാദനെതിരെ യുദ്ധം ചെയ്തല്ലോ, അതേപോലെ സമാനമായാണ് ഖത്തറിൽ ഇസ്രയേൽ സേന ഇടപെട്ടത് എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അവകാശവാദം. എന്നാൽ അമേരിക്ക ഇക്കാര്യത്തിൽ വലിയ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിനോട് അനുവാദം ചോദിക്കാതെ അവരുടെ അറിവോടുകൂടിയല്ല ഇത് നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. ഖത്തറും ഈ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഇസ്രയേൽ സേന നടത്തിയത്, അല്ലെങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഭരണകൂടം നടത്തിയത് ഭരണകൂട ഭീകരതയാണ്, ഞങ്ങളുടെ നാട്ടിലേക്ക് അതിക്രമിച്ച് കയറി ഞങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഖത്തറിൻ്റെ നിലപാട്. ഏതായാലും വലിയ രീതിയിൽ ഇത് സംബന്ധിച്ച് ഉള്ള ഒരു നിഗമനങ്ങൾ വരുന്നു. പിന്നെ ഈ വാഷിങ്ടൺ പോസ്റ്റ് തന്നെ പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നൊരു സംഗതി, ഈ വലിയ രീതിയിൽ സമാധാന ചർച്ചകൾ അല്ലെങ്കിൽ ഈ ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഈ ഹമാസുമായിട്ട് ദോഹയിൽ നടന്നുകൊണ്ടിരുന്നല്ലോ. പക്ഷേ ഹമാസ് നേതാക്കൾ പലതരത്തിലും ഈ ചർച്ചകളിൽ നിന്ന് ഉഴപ്പി മാറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാര്യത്തിൽ തൻ്റെ ക്ഷമ നശിച്ചു എന്നൊരു നിലപാട് ഈ ആലോചനാ യോഗത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു എടുത്തതെന്നാണ് ഈ വാർത്തകളിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലം എന്ന രീതിയിലാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയെയും അല്ലെങ്കിൽ മൊസാദിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു വ്യോമാക്രമണം നടത്താൻ ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിടുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. അതായത് അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുള്ള ക്ഷമ നശിച്ചു, ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നൊരു നിലപാട് നെതന്യാഹു എടുത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്.